ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കലാഞ്ചിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് നോക്കുന്നത്. ഒത്തിരി വെറൈറ്റി കളേഴ്സിലുള്ള അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് കലാഞ്ചിയ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ കെയറിങ് എങ്ങനെയാണ്, പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. പിന്നെ നിങ്ങളുടെ ഗാർഡൻ റിലേറ്റ് ചെയ്ത എന്ത് ഡൗട്ട്സുകളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. എനിക്ക് അറിയാവുന്ന ഗാർഡൻ റിലേറ്റ് ചെയ്ത മറുപടികളൊക്കെ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഞാൻ കമൻറ്റിലൂടെ നൽകാം. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളുടെ കലാഞ്ചിയ പ്ലാന്റ്. കലഞ്ചോയ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സക്കുലന്റ് ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണിത്. അടിപൊളിയായിട്ട് തിക്കായിട്ട് ഫ്ലവേഴ്സ് വന്ന് നിൽക്കുന്ന ഒരു ക്യൂട്ട് പ്ലാന്റാണിത്. പ്രത്യേകിച്ച് ഒരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. നോർമലി നമ്മൾ ജസ്റ്റ് പോട്ടി മിക്സ് സെറ്റ് ചെയ്ത് അതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ അത് ഗ്രോത്ത് ഉണ്ടാകും. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണാവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് ഡ്രെയിനേജ് ഉള്ള മണ്ണായിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഒരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഫ്ലവറിങ് വരുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ നോർമലി നമ്മൾ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്നത് പോലെ ഈ പ്ലാന്റ്സിനും കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കതിനായിട്ട് നമ്മുടെ ചാണകവും അതുപോലെ കടലപ്പിണ്ണാക്കൊക്കെ പുളിപ്പിച്ചെടുക്കുന്ന ആ ഒരു ഫെർട്ടിലൈസർ നമുക്കിതിന് കൊടുക്കാം. എൻ്റെ മിക്ക വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നതിനെ കുറിച്ചൊക്കെ. ആ ഫെർട്ടിലൈസറാണ് ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഫ്ലവറിങ് നന്നായിട്ട് തന്നെ പ്ലാന്റ്സിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫ്ലവേഴ്സും കിട്ടുന്നുണ്ട്. ഡിസംബർ മുതലാണ് നമ്മുടെ ഈ പ്ലാന്റ് ഫ്ലവറിങ് ചെയ്ത് തുടങ്ങുന്നത്. വേനൽക്കാലത്ത് നമ്മുടെ പൂന്തോട്ടത്തെ മനോഹരമാക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണ് കലാഞ്ചിയ പ്ലാന്റ്. തിക്കായിട്ട് നിറയെ പൂക്കളുണ്ടായിരിക്കും. അപ്പോൾ പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ഗാർഡനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റാണിത്. പിന്നെ വലിയ കെയറിംഗ് ഒന്നും ഇല്ലാത്ത പ്ലാന്റ് ആയത് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും എളുപ്പമാണ്. ഓറഞ്ച്, റെഡ്, പിങ്ക്, വൈറ്റ്, യെല്ലോ ഇങ്ങനെ ഒരുപാട് കളേഴ്സിൽ ഇതിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു പിങ്ക് വെറൈറ്റി പുതിയതായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുഞ്ഞൊരു തയ്യ് നമ്മുടെ ലൈറ്റ് റോസിലൊരു കുഞ്ഞ് തൈ കിട്ടിയിട്ടുണ്ട്. ബാക്കി കുറച്ചൊക്കെ മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ്. എന്നാലും ഇതിൻ്റെ കൂടുതലായിട്ട് കളക്ഷൻ ഞാനിപ്പോൾ ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു പ്ലാന്റായിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റായിട്ട് ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. കാരണം നല്ല ഭംഗിയുണ്ട് ഫ്ലവേഴ്സ് വന്ന് നിൽക്കുന്നത് കാണാൻ. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈസി പ്രൊപ്പഗേഷൻ മെത്തേഡാണ്. ജസ്റ്റ് ഒരു കമ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ കുത്തി കൊടുത്താൽ മതി. മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു കമ്പ് എടുക്കുക. അത് നമ്മൾ നോർമലി മണ്ണിൽ നമ്മൾ വെച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് അത് വേര് പിടിച്ച് കിട്ടും. ഡ്രൈനേജ് ഉള്ള മണ്ണായിരിക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല. ഓവറായിട്ട് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ചകിരിച്ചോറൊന്നും ഓവറായിട്ട് കൊടുക്കാതിരിക്കാൻ നോക്കുക. ഇനി നമുക്ക് കലാഞ്ചിയുടെ മറ്റു വെറൈറ്റീസ് നോക്കാം. കലാഞ്ചിയ ഗസ്റ്റോണിസ്. ഇത് നല്ല തിക്കായിട്ടുള്ള ലീവ്സോട് കൂടിയ പ്ലാന്റാണ്. ഇനി ഇത് നിറയെ ആ പോട്ടിൽ നിറഞ്ഞ് കുഞ്ഞു തൈകൾ വരും ഇതിൽ. പിന്നെ അതുപോലെ മറ്റൊരു പ്ലാന്റ് ഉണ്ട് ഈ കലാഞ്ചിയ ഗസ്റ്റോണിസിൽ തന്നെ. നമ്മൾ നല്ല ഹാങ് ചെയ്തൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി. അതിൻ്റെ ലീവ്സിൻ്റെ അറ്റത്ത് കുഞ്ഞു തൈകൾ വന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിൽ മെച്യൂർഡ് ആയിക്കഴിഞ്ഞ ലീവ്സിന് നല്ലൊരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറി വരും. ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് പോലെ തന്നെ അതിൻ്റെ ലീവ്സിനും പ്രത്യേക ഭംഗി തന്നെയാണ്. നല്ല ഷേപ്പിൽ നിൽക്കുന്ന നല്ല ലീവ്സാണ്. അതുപോലെ നല്ല ഫ്ലഷി ആയിട്ടുള്ള ഗ്ലോസി ലീവ്സ് കൂടെയാണ്. അപ്പോൾ ഫ്ലവറിങ് ഇല്ലാത്ത സീസണിലാണെങ്കിലും നമ്മളെ പ്ലാന്റ് നല്ല ലുക്കായിരിക്കും. പിന്നെ ഇതിലെ ഫ്ലവേഴ്സ് ആണെങ്കിലും നല്ല ലോങ് ലാസ്റ്റിംഗ് ഫ്ലവേഴ്സാണ്. ഒരു 3 മാസമൊക്കെ ഇതിലെ ഫ്ലവേഴ്സ് ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് വന്നിട്ട് തന്നെ ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. 1 മാസത്തിലേറെ ആയിട്ടുണ്ട്. അത്രയും സമയമായിട്ടും അതിനൊരു മാറ്റവും അതുപോലെ നിൽക്കുന്നുണ്ട്. കൂടുതൽ പൂക്കൾ അതിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മാത്രം. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മളെ ഗാർഡനിൽ സൂപ്പറായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റ്സുകളാണ് കലാഞ്ചിയ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ഗാർഡനെ മനോഹരമാക്കുക.
പിന്നെ സിംപ്ലി കെയറിങ് ആണ്, ഒട്ടും ടെൻഷൻ വേണ്ട. വെള്ളം ഓവർ ആവാതിരിക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒരു വിധത്തിലുള്ള കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. എല്ലാ പ്ലാന്റ്സിനും കൊടുക്കുന്നത് പോലെ ഇടയ്ക്കൊക്കെ ഒന്നൊരു ഫെർട്ടിലൈസർ കൊടുത്താൽ തന്നെ നല്ല ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് മാറും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് കലാഞ്ചിയ പ്ലാന്റ്സിൻ്റെ കെയറിങ് ഒക്കെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നല്ല വെയിലിൽ വെക്കാനും പറ്റിയൊരു പ്ലാന്റാണ്. നല്ല വെയിൽ കിട്ടുന്നിടത്താണ് ഇത്രയും ഭംഗിയായിട്ട് പൂക്കൾ വരുന്നത്. അപ്പോൾ വെയിലിൽ വെക്കാൻ പറ്റിയ പ്ലാന്റ് ഏതാണെന്ന് ചോദിക്കുന്നവർക്ക് ഈ ഒരു പ്ലാന്റ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. വെയിൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കലാഞ്ചിയ പ്ലാന്റിൻ്റെ ഫുൾ കെയറിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഗാർഡൻ റിലേറ്റ് ചെയ്ത അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.